ഹായ് ഹലോ ഫ്രണ്ട്സ്, അലീനയുടെയും മനുവിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയെ മനു കടപ്പാട്ടൊരു വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരികെ പോവുകയാണ് കേട്ടോ. പോകുന്നതിന് മുമ്പായിട്ട് അലീനയോട് തൻ്റെ ഇഷ്ടങ്ങളൊക്കെ തുറന്നു പറയുകയും അലീനയുടെയും മനസ്സറിഞ്ഞ് അലീനയ്ക്ക് ഒരു സ്നേഹചുംബനമൊക്കെ നൽകിയിട്ടാണ് പോകുന്നത്. ബബിത വീട്ടിലുള്ള വിവരങ്ങളൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ അലീന അങ്ങോട്ടേക്ക് വരുന്നതും. മനു തിരികെ പോയതിനു ശേഷം മനു സമ്മാനിച്ച കുറച്ച് നല്ല നിമിഷങ്ങളൊക്കെ ഓർത്ത് അലീന ഇങ്ങനെ സന്തോഷിച്ച് മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുത്തശ്ശിക്കും തന്നോട് ദേഷ്യമൊന്നുമില്ല, എന്നോട് ഇപ്പോഴും സ്നേഹമുണ്ട് എന്നറിയുമ്പോൾ അതും അലീനയ്ക്ക് ഒരുപാട് സമാധാനമാവുന്നുണ്ട്. പിന്നെ ബാലചന്ദ്രൻ്റെ ഒരു സംഭവത്തോടെയാണല്ലോ മനു ഇങ്ങനെ അലീനയോട് പെരുമാറുന്നതും ഈ ഒരു ഇഷ്ടമൊക്കെ കാണിക്കുന്നതും. അതുകൊണ്ട് തന്നെ അലീനയും മറുത്തൊന്നും തന്നെ പറയുന്നുമില്ല. അങ്ങനെ മനു പോയതിനു ശേഷം സന്തോഷത്തോടെ വീടിനുള്ളിലേക്ക് കയറി ചെല്ലാൻ പോവുകയാണ് കേട്ടോ അലീന. ആ സമയത്താണ് മുറ്റത്തൊരു ബൈക്കും അതുപോലെ തന്നെ ഒരു ഷൂസും ഒക്കെ അലീനയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അച്ഛൻ പറഞ്ഞത് ഭവിത മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണല്ലോ, പിന്നെ ഇതിപ്പോൾ ആരാ ഇവിടെ? രോഹിത് കോളേജിലേക്കും കൃഷ്ണമോൾ സ്കൂളിലേക്കും പോയെന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്. ഇനിയിപ്പോൾ രോഹിത് ക്ലാസ് കട്ട് ചെയ്ത് തിരിച്ചു വന്നാലും ഈ ഇരിക്കുന്നത് രോഹിത്തിന്റെ ബൈക്കല്ലല്ലോ, അപ്പോൾ പിന്നെ ഇത് ആരുടെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അലീന ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ അലീന കോളിംഗ് ബെല്ല് അടിക്കുന്നു. 2-3 പ്രാവശ്യം കോളിംഗ് ബെല്ല് അടിച്ചിട്ടും ഡോറൊന്നും തുറക്കുന്നില്ല കേട്ടോ. ഇത്രയും കോളിംഗ് ബെല്ല് അടിച്ചിട്ടും ബബിത എന്താ ഡോറ് തുറക്കാത്തെ? ബബിതയുടെ കൂടെ വേറെ ആരും ഉണ്ടെന്നൊക്കെ ഉള്ളത് ഉറപ്പാവുകയാണ് അലീനയ്ക്ക്. അത് വേറെ ആരുമല്ല, ബബിതയുടെ കാമുകൻ അമല് തന്നെയാണ് കേട്ടോ. അമ്മ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു, ഹോസ്പിറ്റലിലേക്ക് പോകണം, യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട്, അതിന് ഡോക്ടറെയും കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ബബിത കോളേജിൽ പോകാതിരിക്കുന്നത്. എന്നാൽ വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി ബബിത കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതാണ്. കൊല്ലപ്പള്ളിയിലായിരുന്നപ്പോൾ ഹോസ്പിറ്റലിലേക്കാണെന്നും പറഞ്ഞ് അമലിന്റെ കൂടെ കറങ്ങി നടക്കുകയും ആവശ്യമില്ലാത്ത പണികളൊക്കെ ഒപ്പിച്ചു വയ്ക്കുകയും ചെയ്തിരുന്നല്ലോ. അമലുമായിട്ട് ബബിതയ്ക്കുള്ള അരുതാത്ത ബന്ധങ്ങളൊക്കെ ഹരി കണ്ടുപിടിച്ച് ബബിതയെ ശരിക്കും ഒന്ന് കുടഞ്ഞെടുത്തതാണ്. അന്ന് ബബിത ഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. അല്ലെങ്കിൽ അന്ന് തന്നെ ഒന്നെങ്കിൽ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞേനെ, ഇല്ലെങ്കിൽ ഹരിയുടെ ബ്ലാക്ക്മെയിലിന് വഴങ്ങി കൊടുക്കേണ്ടി വന്നേനെ. കൊല്ലപ്പള്ളിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ബബിതയും രോഹിത്തും ഒന്നും നേരായ രീതിയിൽ കൂടെ നടക്കുകയില്ല, എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി വെച്ചാൽ അതിനും കൂടെ സമാധാനം പറയേണ്ടി വരും എന്നൊക്കെ ഓർത്തിട്ട് തന്നെയാണ് രാജീവനും ശിവനും ഒക്കെ തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ അവരെ തിരിച്ച് കടപ്പാട്ടൂരേക്ക് തന്നെ കൊണ്ടുവിടാന്ന് പറയുന്നത്. ഇങ്ങനൊരു സംഭവം അവിടെ നടന്നുകൊണ്ടാണ് ബബിത തിരിച്ച് കടപ്പാട്ടൂരിലേക്ക് വരാൻ തയ്യാറായതും. എന്നാൽ അന്ന് അത്രയും സംഭവങ്ങളൊക്കെ നടന്നിട്ടും ഇപ്പോഴും ഒരു പേടിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് അറിഞ്ഞാലുണ്ടാകുന്ന നാണക്കേടോ ഒന്നും തന്നെ ബബിതയ്ക്ക് ഒരു വിഷയമേ അല്ല. അത് തന്നെയുമല്ല, ഇപ്പൊ കടപ്പാട്ടൂരായതുകൊണ്ട് അമലിനെ കാണാനൊന്നും പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിൽ ആരോരും ഇല്ലാത്ത സമയം നോക്കി തന്നെ ബബിത അമലിനെ വീട്ടിലേക്ക് തന്നെ വിളിച്ചു വരുത്തുകയാണ്. ഇപ്പൊ അലീന ഇവിടെ ഇല്ലല്ലോ. അലീന വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ നടക്കില്ല. ഏതു നേരവും അവളുടെ കണ്ണ് ഞങ്ങളുടെ മേലിൽ തന്നെ ആയിരിക്കും. എപ്പോൾ പോകുന്നു, എവിടെ പോകുന്നു, എപ്പോൾ തിരിച്ചെത്തുന്നു, ഇതെല്ലാം അവൾ ശ്രദ്ധിക്കും. എന്തായാലും ഇന്ന് വൈകിട്ടാകുമ്പോഴേക്കും തന്നെ അലീന തിരികെ വരും. അതിനു മുമ്പായിട്ട് തന്നെ അമലിനെ കാണാനും അതുപോലെ തന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താനുള്ള പ്ലാനുകളൊക്കെ ചെയ്യുകയാണ് ബബിത. അങ്ങനെയാണ് വൈജ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചെന്നും അതുപോലെ തന്നെ തനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ബബിത ഓരോ അടവുകൾ ഇറക്കുന്നതും. എന്നാൽ ബബിത ഈ പറയുന്നതൊക്കെ കേട്ട് സത്യമായിരിക്കും എന്ന് കരുതി ബാലചന്ദ്രനും കൃഷ്ണയും രോഹിത്തും ഒക്കെ വിശ്വസിക്കുന്നുമുണ്ട്. അങ്ങനെ വീട്ടിലിപ്പോൾ ആരുമില്ല, നീ പെട്ടെന്ന് തന്നെ ഇങ്ങി പോരെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ബബിത വിളിച്ച ഉടനെ തന്നെ അമലും എത്തുന്നുണ്ട്. വീട്ടിൽ ആരോരും ഇല്ലാത്ത സമയത്ത് അമലും ബബിതയും കൂടെ ഓരോരോ തോന്നിയാസങ്ങളൊക്കെ കാണിച്ചു കൂട്ടുകയാണ്. ആ സമയത്താണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. എന്തായാലും അലീനയുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. ഒന്നെങ്കിൽ രോഹിത് അല്ലെങ്കിൽ വേറെ ആരോ വീട്ടിലുണ്ടെന്നുള്ള കാര്യം അലീന ഉറപ്പിക്കുന്നുണ്ട്. എന്നാൽ അലീന കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് ഇവരാകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. ഇതാരാ ഇപ്പൊ വന്ന് ശല്യം ചെയ്യുന്നത്? അച്ഛനെ കാണാനാണെങ്കിൽ നേരെ കടയിലോട്ട് പോയാൽ പോരെ, എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നേ എന്നൊക്കെ പിറുപിറുക്കുകയാണ് നമ്മുടെ ബബിത. അമല് പറയുന്നുണ്ട്, നീ ആരാന്നൊന്ന് ചെന്ന് നോക്കാൻ. അങ്ങനെ ബബിത അങ്ങോട്ടേക്ക് വന്നിട്ട് കർട്ടൻ നീക്കി നോക്കുമ്പോൾ അലീനയാണ് കാണുന്നത് കേട്ടോ. അലീനെ കാണുമ്പോൾ തന്നെ ബബിത ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് ബബിത പെട്ടെന്ന് തന്നെ ചെന്ന് അമലിനോടും കാര്യം പറയുന്നുണ്ട്. ആ നാശമാ ആ അലീന, അവൾ എന്തിനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്? വൈകിട്ടത്തേക്ക് അവൾ തിരിച്ചു വരുള്ളൂ എന്നൊക്കെയാ പറഞ്ഞത്. നാശം പിടിക്കാൻ, ഇവളെങ്ങാണോ ഇത് കണ്ടുപിടിച്ച അതോടുകൂടി തീരുവല്ല. അച്ഛൻ്റെ പുന്നാര മോളാ ഇവള്, പറഞ്ഞു കൊടുക്കും എനിക്ക് ഉറപ്പാ എന്നൊക്കെ പറയുകയാണ് കേട്ടോ നമ്മുടെ ബബിത. ബബിതയ്ക്ക് ആകെ ടെൻഷനും ആവുന്നുണ്ട്. എന്നിട്ട് ബബിത അമലിനോട് മുകളിലത്തെ റൂമിൽ പോയി ഒളിച്ചിരിക്കാൻ പറയുന്നുണ്ട്. അമല് പതിയെ മുകളിലോട്ട് കയറാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ ബബിത പ്രത്യേകം പറയുന്നുണ്ട്, രോഹത്തിന്റെ മുറിയിൽ വേണം ഒളിക്കാൻ. ഇനി അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ തന്നെ അവൾ ആദ്യം എൻ്റെ റൂമിലായിരിക്കും നോക്കുന്നത്. അതുകൊണ്ട് നീ എൻ്റെ റൂമിൽ ഒളിക്കരുത്, രോഹിത്തിന്റെ റൂമിൽ വേണം ഒളിച്ചിരിക്കാനെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ബബിത. രോഹിത്തിന്റെ റൂമിൽ കയറി വേണം നീ ഒളിച്ചിരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി തന്നെ വിടുകയാണ് നമ്മുടെ ബബിത. അങ്ങനെ അമല് മുകളിലേക്ക് പോയതിനു ശേഷമാണ് ബബിത ഡോറ് തുറക്കുന്നതും. ഡോറ് തുറക്കുമ്പോൾ തന്നെ അലീന ചോദിക്കുന്നുണ്ട് ബബിതയോട്, എന്താ ഡോറ് തുറക്കാൻ ഇത്രയും താമസിച്ചെന്ന്? ഞാൻ കുറേ പ്രാവശ്യം കോളിംഗ് ബെല്ല് അടിച്ചു, അത് വല്ലതും നീ കേട്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബബിത ഒരു പുച്ഛഭാവത്തോടെ തന്നെ നിൽക്കുകയാണ്. ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് കൂടുതലായെന്ന് തന്നെ പറയുകയാണ് കേട്ടോ അലീന.
അപ്പോൾ ബബിതയ്ക്ക് അലീനയോട് ദേഷ്യവും ഒരു പുച്ഛഭാവവും ഒക്കെയാണ്. അത് പിന്നെ ഞാൻ മുകളിലായിരുന്നു, റൂമിലായിരുന്നു, അതാ ഞാൻ ഡോർ തുറക്കാൻ താമസിച്ചത്. ബബിതയ്ക്കും മനസ്സിലൊരു ചെറിയ പേടിയൊക്കെയുണ്ട്. ബബിതയുടെ വെപ്രാളവും പരിങ്ങലും ഒക്കെ കാണുമ്പോൾ തന്നെ അലീന ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ കോളേജിൽ പോകാഞ്ഞേന്ന്. അപ്പോൾ ഒരു പതറിയ സ്വരത്തോടെ തന്നെ ബബിത പറയുന്നുണ്ട്, അത് പിന്നെ എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു, അമ്മ വിളിച്ചായിരുന്നു. അമ്മയെ കാണാനും അതുപോലെ തന്നെ എനിക്കും ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യണം, അതുകൊണ്ടാണ് ഞാൻ കോളേജിൽ പോകാഞ്ഞെന്ന് പറയാം കേട്ടോ. എന്നിട്ടും ബബിത അലീനയോട് ദേഷ്യത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ ഇപ്പം വന്നത്? വൈകിട്ടത്തേക്ക് എത്തുള്ളൂ എന്നല്ലേ നീ പറഞ്ഞത്, പിന്നെ എന്താ നീ പെട്ടെന്ന് വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ബബിത. അലീന പറയുന്നുണ്ട്, അത് പിന്നെ ഞാനിവിടുന്ന് പോയിട്ട് 2 ദിവസം ആയില്ലേ, അച്ഛൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ വരണമെന്ന്, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ വന്നു. 2 ദിവസം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയതെന്നൊക്കെ തന്നെ നമ്മുടെ അലീന മറുപടി പറയുകയാണ്. ബബിത ദേഷ്യത്തോടെയും പുച്ഛത്തോടെയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാടി നീ വന്നത്? നിനക്ക് അവിടെയെങ്ങാനും നിന്നാ പോരായിരുന്നോ? 2 ദിവസം നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്തൊരു സമാധാനം ഉണ്ടായിരുന്നു. നീ വരുന്നതിന് മുമ്പ് എന്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞു പോയിരുന്ന കുടുംബമായിരുന്നു ഇത്. എന്ന് നീ ഇവിടെ കാലുകുത്തിയോ അന്ന് തുടങ്ങി ഈ വീടിന്റെ നാശം. ഇവിടുന്ന് ഒന്ന് ഇറങ്ങിപ്പോയി തരാവോ എന്ന് ബബിത അലീനയോട് ചോദിക്കുകയാണ്. അലീന പറയുന്നുണ്ട്, അതിന് ഞാൻ പോകാൻ തയ്യാറാണെന്നേ, പക്ഷെ അച്ഛൻ അതിന് സമ്മതിക്കുന്നില്ല. പിന്നെ മേഡത്തിന്റെ ആങ്ങളമാരും പറഞ്ഞു ഇവിടുന്ന് പോകല്ലേന്ന്. പിന്നെ അവരൊക്കെ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നേ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, അച്ഛൻ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് വരെ ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും. അച്ഛൻ്റെ സമ്മതമില്ലാതെ ഞാൻ എങ്ങോട്ടേക്കും പോവില്ല. അച്ഛൻ അറിയാതെ ഞാൻ ഒന്നും തന്നെ ചെയ്യില്ലെന്നും അലീന തീർത്ത് പറയുന്നുമുണ്ട്. അലീനയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് ഭവിതിക്ക് അലീനയെ കൊല്ലാനുള്ള ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോഴേക്കും ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഭവിതയെ കണ്ടുകൊണ്ട് അലീന ചോദിക്കുന്നുണ്ട്, അല്ല ഭവിത ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലേ? ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് അച്ഛനെ വിളിച്ചായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ കോളേജിലും സ്കൂളിലും പോയിട്ടുണ്ടെങ്കിൽ, അച്ഛൻ ഷോപ്പിലേക്കും പോയിട്ടുണ്ടെങ്കിൽ ഡോർ തുറക്കാൻ കീ വേണമല്ലോ, അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛനെ വിളിച്ചായിരുന്നു. അപ്പോൾ അച്ഛനാ പറഞ്ഞത് ബബിത വീട്ടിലുണ്ടെന്ന്. 11 മണി കഴിയുമ്പോൾ നീ ഹോസ്പിറ്റലിലേക്ക് പോകുമെന്ന് അച്ഛൻ പറഞ്ഞത്. ഇപ്പം സമയം 11 മണി ആയല്ലോ, എന്നിട്ടും നീ ഇതുവരെ റെഡിയായിട്ട് പോലും ഇല്ലല്ലോ. ഇനിയിപ്പോൾ നീ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ അലീന. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ആ അത് ഞാൻ പോകാൻ പോവുകയായിരുന്നു, അപ്പോഴാണ് നീ ഇങ്ങോട്ടേക്ക് വന്നേ. നല്ല തലവേദനയുണ്ട്, അതുകൊണ്ട് കുറച്ചു നേരം ഞാൻ കിടക്കുകയായിരുന്നു. ഞാൻ ദേ ഇപ്പം തന്നെ പോകുന്നൊക്കെ ഒരു ടെൻഷനോട് കൂടി തന്നെ ബബിത പറയുക. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം പോലെ, എന്താ എന്തെങ്കിലും നീ മറച്ചു വെക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബബിത ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്ത് എന്ത് കള്ളത്തരം? ഞാനെന്ത് മറച്ചു വെക്കാനാ എന്നിങ്ങനെ ചോദിക്കാട്ടോ ബബിത. അലീന പറയുന്നുണ്ട്, അല്ല ഞാൻ വന്നപ്പോൾ മുറ്റത്തൊരു ബൈക്കും ഒരു ചെരുപ്പും ഒക്കെ കണ്ടായിരുന്നു. അത് ആരുടെ ചെരുപ്പും ബൈക്കും ഒക്കെയാ? രോഹിത് കോളേജിൽ പോയെന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്. അതോ രോഹിത് ഇവിടെ ഉണ്ടോ? അത് രോഹിത്തിന്റെ ബൈക്കല്ല, ചെരുപ്പും രോഹിത്തിന്റെ അല്ലെന്നാ തോന്നുന്നേ എന്നിങ്ങനെ സംശയിച്ച് അലീന പറയുമ്പോൾ ഒരു ഞെട്ടലോടെ തന്നെ ബബിതയ്ക്ക് ഉത്തരം മുട്ടി നിൽക്കുകയാണ്. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോഴേക്കും രക്ഷപ്പെടാനായിട്ട് ബബിത പറയുന്നുണ്ട്, ആര് വരാൻ? എനിക്കറിയത്തില്ല, ഇവിടെ ആരും വന്നിട്ടില്ല എന്നൊക്കെ തന്നെ തറപ്പിച്ച് പറയുകയാണ് ബബിത. അലീനയ്ക്ക് ബബിതയുടെ പേടിയും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അലീന വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല ആരും ഇവിടെ ഉണ്ട്, നീ അറിയാതെ ആരും ഇതിനകത്തേക്ക് കയറാൻ ഒരു ചാൻസും ഇല്ല. പിന്നെ അങ്ങനെ കയറണം എന്നുണ്ടെങ്കിൽ തന്നെ വല്ല കള്ളന്മാരും ആയിരിക്കും എന്നിങ്ങനെ നമ്മുടെ അലീന പറയുക. അപ്പോൾ ബബിത പറയുന്നുണ്ട്, നീ എന്താടി എന്നെ സംശയിക്കുകയാണോ? എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അല്ല നീ എന്നെ ഇങ്ങനെ സംശയിക്കുന്ന എന്തിനാ? ഞാൻ ഇതിനകത്ത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോന്നാണോ നീ പറയുന്നത്? ഞാൻ ആരെയും ഇതിനകത്തേക്ക് വിളിച്ച് കയറ്റിയിട്ടൊന്നുമില്ല എന്ന് ബബിത പറയുന്നുണ്ട്. എന്നിട്ട് അലീന ബബിതയോട് പറയുന്നുണ്ട്, ആ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നു കാണല്ലോ. നിന്റെ ബോയ് ഫ്രണ്ടാന്നും പറഞ്ഞ് കാട് പോലെ മുടിയും വളർത്തി നടക്കുന്ന ഒരുത്തൻ ഇവിടെ വന്നായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഞങ്ങളാരും ഇല്ലാത്ത സമയം നോക്കി അവൻ വീണ്ടും ഇവിടേക്ക് വന്നോന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ അലീന. അപ്പോൾ ബബിത ആകെ ഷോക്കായി നിൽക്കുകയാണ്. ബബിത ഒന്നും ഇണ്ടാതെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛൻ എന്നെയല്ലേ ഇപ്പോൾ ഈ വീടിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്കങ്ങനെ അത് നിസ്സാരമാക്കി തള്ളിക്കളയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നതെന്ന് അലീന ബബിതയോട് പറയുമ്പോഴേക്കും ബബിത ദേഷ്യത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ കാര്യങ്ങളിലൊന്നും നീ കൂടുതൽ കൈകടത്താൻ നോക്കണ്ട, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. പ്രത്യേകിച്ച് നീ ഞങ്ങളുടെ കാര്യങ്ങളിൽ കൈകടത്താൻ നോക്കുന്നത് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് തന്നെ ബബിത പറയുകയാണ്. പിന്നെ ഞങ്ങളെ കാണാൻ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ചിലപ്പോൾ വന്നെന്നിരിക്കും, അതിൽ നീ ഇടപെടണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയാണോട്ടോ ബബിത. അലീന എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ഈ വീട്ടിൽ നീയും ഞാനും മാത്രമേ ഉള്ളൂ എന്നാണോ നീ പറഞ്ഞു വരുന്നത്? അല്ലാതെ വേറെ ആരും ഇപ്പം ഇങ്ങോട്ടേക്ക് വരാനാ എന്നും പറഞ്ഞുകൊണ്ട് ബബിത കയറിപ്പോകാൻ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, അല്ല ഈ വീട്ടിൽ വേറെ ആരോ ഉള്ളതായിട്ട് തന്നെ എൻ്റെ മനസ്സ് പറയുന്നത് എന്നിങ്ങനെ നമ്മുടെ അലീന പറയുക. അപ്പോൾ ബബിത അവിടെ നിൽക്കുകയാണ് കേട്ടോ. വലിയ കള്ളന്മാരുമായിരിക്കും എന്നിങ്ങനെ ബബിത പറയുമ്പോഴേക്കും അലീന പറയുന്നു, അയ്യോ കള്ളന്മാർ ഈ വീടിനകത്തുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അച്ഛനെ വിളിച്ച് പറയണ്ടേ എന്നിങ്ങനെ ചോദിക്കുക. ബബിതേനെ ഒന്ന് കളിയാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അലീന അങ്ങനെ ചോദിക്കുന്നത്.
എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, മുകളിൽ ഒളിഞ്ഞിരിക്കുന്ന കള്ളനെ ഞാൻ തന്നെ ചെന്ന് പിടിക്കാം എന്നിങ്ങനെ പറഞ്ഞ് അലീന മുകളിലോട്ട് കയറി ചെല്ലാൻ പോവുകയാണ്. അപ്പം ബബിത ഓരോന്നൊക്കെ പറഞ്ഞ് അലീനയെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അലീന പിടി കൊടുക്കാതെ മുകളിലെ റൂമിലൊക്കെ ചെന്ന് നോക്കുന്നുണ്ട്. ബബിത മുമ്പേ പറഞ്ഞ പോലെ തന്നെ ബബിതയുടെ മുറി തുറന്നു നോക്കുമ്പോൾ അവിടെ ആരെയും തന്നെ കാണുന്നില്ല കേട്ടോ. അലീനയ്ക്ക് പിന്നെയും നല്ല സംശയമാവുന്നുണ്ട്. അവൻ എവിടെയായിരിക്കും ഒളിച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ അലീന. ബബിത ടെൻഷനോടെ തന്നെ താഴെ നിൽപ്പുണ്ട്. രണ്ടും കൽപ്പിച്ച് അലീന രോഹിത്തിന്റെ മുറി തുറന്നു നോക്കുമ്പോൾ അമൽ അവിടെ നിൽപ്പുണ്ട്. അലീനയ്ക്കും ആകെ ഒരു ഞെട്ടലാകുകയാണ് കേട്ടോ. അമലിനെ കണ്ടപാടെ തന്നെ അലീന പൊട്ടിത്തെറിക്കുകയാണ്. നീയോ? നീ എന്താടാ ഇവിടെ? ഇവിടെ നീ എന്നെ കാണിക്കുക? എങ്ങനെയാടാ നീ അകത്ത് കയറിയേ? എന്തിനാടാ ആരും ഇല്ലാത്ത സമയം നോക്കി നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ചോദിച്ച് അലീന അമലിന് നേർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. മോളിൽ ഈ ഒച്ചയും ബഹളവും ഒക്കെ കേട്ടോണ്ട് തന്നെ ബബിത അങ്ങോട്ടേക്ക് ഓടിക്കയറി വരികയാണ്. എന്നിട്ട് അലീനയെ പിടിച്ചു മാറ്റിക്കൊണ്ട് തന്നെ അലീനയോട് ദേഷ്യപ്പെടുകയാണ് ബബിത. എന്താ എന്താ കാര്യം? എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ വിളിച്ചിട്ട് തന്നെ അവൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവൻ എൻ്റെ ഫ്രണ്ടാന്നുള്ളത് നിനക്കറിയാമല്ലോ, പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് ബബിത ദേഷ്യപ്പെടുക. വീട്ടിൽ ആരോരും ഇല്ലാത്ത സമയം നോക്കി ഇവനെ എന്തിനാ നീ വീട്ടിൽ വിളിച്ച് വരുത്തിയെന്നൊക്കെ അലീന ചോദിക്കുമ്പോൾ ഉടനെ ബബിത പറയുന്നുണ്ട്, ഇത് എൻ്റെ വീടാ, എൻ്റെ വീട്ടിൽ ആരൊക്കെ വരണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇവിടെ അങ്ങനെ പലരും വരും, ചിലപ്പോൾ ഒളിച്ചു നിൽക്കും, അല്ലെങ്കിൽ ഓടി നടക്കും. എന്തു ചെയ്താലും അതൊക്കെ ചോദ്യം ചെയ്യാൻ നിനക്കെന്താ അധികാരവാടി ഉള്ളത് എന്നിങ്ങനെ നമ്മുടെ അലീനയുടെ മുഖത്ത് നോക്കി ചോദിക്കുക. ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്ന നീ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ നിൽക്കേണ്ടെന്നൊക്കെ ബബിത പറയുന്നുണ്ട്. അപ്പോൾ അലീന ബബിതയ്ക്ക് നല്ലൊരു മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെയും കൂടി വീടാ, എൻ്റെ അച്ഛൻ്റെ വീടാ. ഈ വീട്ടിൽ ഇതുപോലെയുള്ള തോന്നിയാസങ്ങൾ കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ബബിതയോട് ചൂടാവുകയാണ് അലീന. ബബിത ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ബബിത പറയുന്നുണ്ട്, നീ പൊടി, നീ പറയുന്ന ഒന്നും കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ എന്താന്ന് വെച്ചാൽ പോയി ചെയ്യടി, ആരോടാന്ന് വെച്ചാൽ പോയി പറഞ്ഞു കൊടുക്ക്, നിനക്ക് സമാധാനമാകട്ടെ എന്നും പറഞ്ഞ് അമലിനെയും കൂട്ടി താഴോട്ട് ഇറങ്ങിയാണ് കേട്ടോ ബബിത. അലീന ഉടനെ പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ ഇത് അച്ഛനെ വിളിച്ച് പറയുമെന്ന്. അപ്പോൾ ബബിത പറയുക, എങ്കിൽ നീ ഇപ്പൊ തന്നെ വിളിച്ച് പറയടി, അല്ലെങ്കിലും ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല. അച്ഛൻ വരട്ടെ, കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകുമല്ലോ. എനിക്ക് ഇവനെ ഇഷ്ടമാണ്, ഞാൻ ഇവൻ്റെ കൂടെ പോകും. ഇനി ആരൊക്കെ എതിർത്താലും അതെനിക്കൊരു പ്രശ്നമേ അല്ലെന്നും പറഞ്ഞാണ് ബബിത അമലിൻ്റെ കയ്യും പിടിച്ച് താഴോട്ട് ഇറങ്ങി പോകുന്നത്. പക്ഷെ അലീനയും അതിനൊട്ടും തന്നെ സമ്മതിക്കുന്നില്ല കേട്ടോ. അലീന പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അലീന ബബിതയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് തന്നെ അകത്തേക്ക് റൂമിൽ കൊണ്ടുപോയി തള്ളുകയാണ് കേട്ടോ. ബബിത അലീനയോട് ദേഷ്യപ്പെടുന്നുണ്ട്, എന്താടി എന്നെ തന്നെ ഈ കാണിക്കുന്നേ? എൻ്റെ കയ്യിൽ നിന്ന് വിടടി, മര്യാദയ്ക്ക് എന്നെ വിടാനാ പറഞ്ഞേ എന്നൊക്കെ നമ്മുടെ ബബിത ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും അലീനയ്ക്ക് വേറെ ഒരു നിവൃത്തിയും ഇല്ലഞ്ഞിട്ട് അലീന നമ്മുടെ ബബിതയുടെ ചെവിക്കലിട്ട് തന്നെ ആഞ്ഞൊരു അടി കൊടുക്കുകയാണ്. എന്നിട്ട് തൽക്കാലം നീ ഇവിടെ കിടക്ക് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ആ റൂമിലിട്ട് കഥ അടയ്ക്കുന്നുണ്ട് നമ്മുടെ അലീന. ഈ സമയം കൊണ്ട് തന്നെ അമല് മുറ്റത്തിറങ്ങി ഷൂസും ഒക്കെ ഇട്ട് വണ്ടി എടുത്ത് പോകാൻ റെഡിയായി നിൽക്കുക കേട്ടോ. ബബിത ഇറങ്ങി വരാനായിട്ട് ഓണടിക്കുന്നുണ്ടെങ്കിലും കയ്യിലൊരു ചൂലും കൊണ്ടൊക്കെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് നമ്മുടെ അലീന. ബബിതയെ കാത്തു നിന്ന് അമലിട്ട് ചൂല് കൊണ്ട് തന്നെ നല്ലൊരു അടിയും കൊടുത്ത് ആട്ടി ഇറക്കി വിടുകയാണ് അലീന. അവസാനം ആ ചൂല് അവൻ്റെ ദേഹത്തേക്ക് എറിയുന്നുമുണ്ട്. അവൻ ആ സമയം കൊണ്ട് തന്നെ സ്ഥലം കാലിയാക്കിയിട്ടുണ്ട്. എന്നാൽ ബബിത റൂമിൽ കിടന്ന് കഥക് തുറക്കാനാണ് നിന്നോട് പറഞ്ഞത് എന്നും പറഞ്ഞ് ഒച്ചയിടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അലീനയ്ക്ക് ആകെപ്പാടെ അങ്ങനെ സങ്കടമാവുകയാണ്. ബബിതയ്ക്ക് അഹങ്കാരമൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലൊരു പ്രവൃത്തി ചെയ്യുമെന്ന് അലീന ഒട്ടും തന്നെ കരുതിയിരുന്നുമില്ല. ബബിതയും അമലും തമ്മിലുള്ള ബന്ധം അതിൽ കടന്നുപോയി. ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, അച്ഛനോട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറയണം എന്നൊക്കെ ആലോചിക്കുകയാണ് നമ്മുടെ അലീന. അമൽ അവിടുന്ന് പോയതിനൊക്കെ ശേഷം അലീന റൂം തുറന്ന് കൊടുക്കുകയാണ്. ബബിത നല്ല ദേഷ്യത്തിലാട്ടോ. അമലിൻ്റെ കൂടെ ഇറങ്ങി പോകാനായിട്ട് നോക്കിയതല്ലേ. അലീനോട് എന്നിട്ട് പറയുന്നുണ്ട്, നീ കാണിച്ചതിന് നിനക്കിട്ട് ഞാൻ നല്ലൊരു പണി തരുന്നുണ്ടടി. നീ ഇപ്പം ജയിച്ചെന്ന് കരുതണ്ട, നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടത്തില്ല. നീ കരുതിയിരുന്നോ അങ്ങനെ ഈ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാമെന്ന് നീ കരുതണ്ടടി. നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിരിക്കും, ഇല്ലെങ്കിൽ നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീനയെ ഒന്ന് നോക്കി ദഹിപ്പിച്ചിട്ട് ബബിത മുകളിലോട്ട് കയറി പോകുന്നുമുണ്ട്. അലീന ആണെങ്കിലും ആകെ സങ്കടത്തിലാണ് കേട്ടോ. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? അവൾ എൻ്റെ അനീതിയല്ലേ. അവളിങ്ങനെ കണ്ട ചെറുക്കന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുകയാണെന്ന് ആ മനുഷ്യനറിഞ്ഞാൽ എങ്ങനെ സഹിക്കും എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ പറയാതിരിക്കാനും കഴിയില്ല, പറയാനും പറ്റാത്തൊരവസ്ഥ ആയിപ്പോയല്ലോ ദൈവമേ എന്നിങ്ങനെ വിഷമിച്ച് ആലോചിച്ചിരിക്കുകയാണ് അലീന. അതേസമയത്ത് ബബിത മുകളിലേക്ക് കയറി ചെന്നല്ലോ. പെട്ടെന്ന് തന്നെ അവളുടെ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി വരികയാണ് കേട്ടോ. അലീന ചോദിക്കുന്നുണ്ട്, ഇപ്പം നീ എവിടെ പോവുകയാണെന്നൊക്കെ. അപ്പോൾ ബബിത മറുപടി ഒന്നും പറയുന്നില്ല. അലീനയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ഇപ്പം എങ്ങും പോകണ്ട, ഇവിടെ ഇരുന്നാൽ മതി എന്നൊക്കെ അലീന പറയുന്നുണ്ടെങ്കിലും ബബിത അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അലീന വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകും, അത് ചോദിക്കാൻ നീ ആരാടി? ഞാൻ എവിടെ പോകുന്നതെന്ന് നിന്നോട് പറയാൻ എനിക്ക് സൗകര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അലീനെ പിടിച്ച് തള്ളിയിട്ട് ബബിത ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് അലീന ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. ദേഷ്യപ്പെട്ടാണല്ലോ അവൾ ഇറങ്ങിപ്പോയത്. ഇനി വല്ല ചെന്ന് കുരുക്കിലും ചെന്ന് പെടുവോ, ഇനി വല്ല അപകടത്തിലോ ചതിയിലോ വല്ലതും ചെന്ന് പെടുവോ എന്നൊക്കെയുള്ള പേടിയുണ്ട് അലീനയുടെ മനസ്സിൽ.
അച്ഛനോട് പറയണം, പറയാതിരുന്നാൽ ശരിയാവില്ല. എന്തായാലും അച്ഛൻ ചോറിനാൻ വരുമല്ലോ, അപ്പം പറയാം എന്നിങ്ങനെ അലീന മനസ്സിൽ തീരുമാനിക്കുകയാണ്. ബബിത നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് കേട്ടോ. കാരണം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ട് തന്നെ അലീന എന്തായാലും അത് അച്ഛനോട് പറയുന്നുള്ളത് നമ്മുടെ ബബിതയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തൽക്കാലം ഒന്ന് രക്ഷപ്പെടാനും കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബബിത ഹോസ്പിറ്റലിലേക്ക് പോയത്. നീ ഇന്ന് കോളേജിൽ പോകാതെ ക്ലാസ് കട്ട് ചെയ്തത് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ. എന്നിട്ട് നീ ഹോസ്പിറ്റലിൽ പോകാതെ ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ചോദിക്കുമല്ലോ. അതുകൂടാതെ അമലിൻ്റെ കാര്യവും അവൾ അച്ഛനോട് പറഞ്ഞു കൊടുത്താൽ അവിടെയും പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളി വേണമല്ലോ. എൻ്റെ ഫ്രണ്ടാണ്, അവൻ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു, അങ്ങനെ വന്നാന്നെങ്കിലും പറയാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബബിത നോക്കുന്നത്. അങ്ങനെ ബബിത ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ് കേട്ടോ. വൈജയെ കാണുന്നുണ്ട്, വൈജയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കടപ്പാട്ടൂർ നിൽക്കാൻ. അലീനയുടെ ഭരണം അവിടെ. അച്ഛൻ്റെ പുന്നാര മോളല്ലേ അവളിപ്പോൾ. അച്ഛനിപ്പോൾ ഞങ്ങളോടൊന്നും ഒരു ഇഷ്ടവും ഇല്ലമ്മേ. അമ്മ എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ വേറെ വീട്ടിലേക്കെങ്കിലും താമസം മാറാമായിരുന്നു. ഇതിപ്പോൾ ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ലമ്മേ. അവൾ ഭയങ്കര ശല്യമാണ്. അനാവശ്യമായിട്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അവൾ കയറി ഇടപെടുകയാണ്. ഞങ്ങൾ എവിടെ പോകുന്നു, എപ്പോൾ തിരിച്ചു വരുന്നു, എല്ലാം അവളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ല. ഞങ്ങളിപ്പോൾ കൂട്ടിലടക്കപ്പെട്ട കിളികളെ പോലെയാണ്. ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊന്നും അവിടെ ഒരു പ്രാധാന്യമില്ല. എല്ലാം അടിച്ചേൽപ്പിക്കുന്ന പോലെ ഇപ്പം ഞങ്ങൾക്ക് തോന്നുന്നത്. ആ നാശം പിടിച്ചവളെ എന്തായാലും അച്ഛൻ ഇനി അവിടുന്ന് പറഞ്ഞു വിടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അമ്മ ഡിസ്ചാർജ് ആയി വരുമ്പോഴേക്കും കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാകണം. ഇനി അവളുടെ ഭരണത്തിൽ അവിടെ കഴിയാൻ ഞങ്ങൾക്ക് പറ്റില്ല അമ്മേ. ഒന്നുകിൽ അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടണം, അല്ലെങ്കിൽ അമ്മ അച്ഛനും അവളെ എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് നമുക്ക് വേറെയായിട്ട് വീടെടുത്ത് താമസിക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊക്കെ ഇച്ചിരി സ്വസ്ഥത കിട്ടുള്ളൂ എന്നൊക്കെ തന്നെ ബബിത പറയുക. അപ്പോൾ വൈജയും പറയുന്നുണ്ട്, അങ്ങനെ തന്നെ ചെയ്യാനാ മോളെ ഞാനും തീരുമാനിച്ചേക്കുന്നത്. എന്തായാലും ഞാൻ ഡിസ്ചാർജ് ആകുന്ന വരെ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഈ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ വീട്ടിലേക്കല്ലേ താമസിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അച്ഛൻ്റെ വാക്കും കേട്ട് നിങ്ങളും കൂടെ എന്നെ ഉപേക്ഷിക്കാതിരുന്നാൽ മതി എന്നൊക്കെ നമ്മുടെ വൈജ പറയുക. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മ എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? ഞങ്ങൾ എപ്പോഴും അമ്മയുടെ കൂടെ തന്നെയുണ്ട്. അമ്മ എന്ത് ചെയ്താലും ഞങ്ങൾ അമ്മയുടെ കൂടെ തന്നെ കട്ടയ്ക്ക് നിൽക്കുമെന്നൊക്കെ നമ്മുടെ ബബിത പറയുകയാണ്. വൈജ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്ന് നീ കോളേജിലൊന്നും പോയില്ലേന്ന്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, എനിക്ക് ചെറിയൊരു യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടമ്മേ, നല്ല പെയിനും ഉണ്ട്. അതുകൊണ്ട് ഡോക്ടറെ ഒന്ന് കാണിച്ചേക്കാന്ന് കരുതി. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് എക്സാമൊക്കെ വരികയല്ലേ, അപ്പോൾ ലീവ് എടുക്കണ്ടെന്ന് ഓർത്തു. അതുകൊണ്ടാണ് ഇന്ന് കോളേജിൽ പോകാഞ്ഞത്. രോഹിതും കൃഷ്ണയൊക്കെ പോയി. ആ നാശം പിടിച്ചവൾ 2 ദിവസം വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് എന്തൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവൾ രാവിലെ തന്നെ വന്ന് കയറിയിട്ടുണ്ട്. അവൾ വന്ന് കയറിയ ഉടനെ തന്നെ ഞാനുമായിട്ട് ഓരോന്നും പറഞ്ഞ് ഉടക്കിയെന്നേ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ താമസിയാതെ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് കുറച്ച് നേരം ഇരിക്കാമല്ലോ എന്നൊക്കെ തന്നെ നമ്മുടെ ബബിത പറയുകയാണ്. അപ്പം വൈജയം പറയുന്നുണ്ട്, എന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നീ പോയാൽ മതി. അതുവരെ നിനക്കിവിടെ സമാധാനത്തോടെ ഇരിക്കാമല്ലോ. നീ ഇവിടെ ഇരിക്കുക, വൈകുന്നേരം ആകുമ്പോഴേക്കും പോയാൽ മതി എന്നൊക്കെ വൈജ പറയുകയാണ്. അങ്ങനെ ബബിത വൈജയുടെ അടുത്ത് ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇനി അലീന അച്ഛനോട് പറയുമോ, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും പറയുമോ എന്നൊക്കെയുള്ള ഒരു ചെറിയ പേടി നമ്മുടെ ബബിതയുടെ മനസ്സിലുണ്ട്. എന്നാലും അതൊന്നും തന്നെ അവൾ വൈജയുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നില്ല. എന്നിട്ട് ഹോസ്പിറ്റലിൽ ഇരുന്നും അമലുമായിട്ട് വീഡിയോ കോളും അതുപോലെ തന്നെ ചാറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബബിത. അതേസമയത്ത് കടപ്പാട്ടൂർ വീട്ടിലെ അലീനയ്ക്കാണെങ്കിൽ നല്ല സങ്കടമാണ് കേട്ടോ. പിന്നെ അലീന ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ റെഡിയാക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഒന്ന് കുളിച്ചേക്കാന്നൊക്കെ കരുതി റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. ചെന്ന് ബാഗ് തുറന്ന് നോക്കുമ്പോഴേക്കും അലീനയുടെ ഡ്രസ്സെല്ലാം തന്നെ കീറിമുറിച്ച് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. അലീനയ്ക്ക് ആകെപ്പാടെ വിഷമമാവുകയാണ്. ഇത് ആരായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? ഞാൻ ആർക്കും ഒരു ശല്യത്തിനും പോകുന്നില്ലല്ലോ. തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കുകയല്ലേ ഞാൻ ചെയ്യാറുള്ളൂ. ആർക്കും ഒരു ദോഷവും വരരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നിട്ടും എന്നോട് എന്തിനാ എല്ലാവരും ഇങ്ങനെ ശത്രുത കാണിക്കുന്നത്? എന്നാലും എന്നോട് ഈ ചെയ്തത് വല്ലാത്തൊരു ചതിയായി പോയി എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അലീന. എന്നിട്ട് കീറാത്ത ഒരു ജോഡി ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് തന്നെ അലീന കുളിക്കാനും കയറുന്നുണ്ട്. കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും അലീനയുടെ മനസ്സിൽ വല്ലാത്ത വിഷമം തന്നെയാണ്. അലീന എന്നിട്ട് നേരെ രേവതിക്കുട്ടീനെ വിളിക്കുകയാണ് കേട്ടോ. ഇവിടെ വന്ന് കയറിയപ്പോൾ മുതൽ തന്നെ ഓരോരോ പ്രശ്നങ്ങളായിരുന്നല്ലോ. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയ വിവരം ഒന്നും രേവതിക്കുട്ടി ഇതുവരെ വിളിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അലീന രേവതിക്കുട്ടിയെ വിളിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അലീനയുടെ ഡ്രസ്സെല്ലാം നശിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. ആരാ ചേച്ചിയോട് ഈ ക്രൂരതയൊക്കെ കാണിക്കുന്നത്? ചേച്ചിയോട് എന്തിനാ ഇവരൊക്കെ ഇത്രയും ശത്രുത കാണിക്കുന്നേ? ഇത്രയും ക്രൂര മനസ്സാണോ ചേച്ചി അവർക്കെന്നൊക്കെ തന്നെ നമ്മുടെ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മോളെ, അവർക്ക് എന്നോട് ദേഷ്യമാണ്. ഞാൻ ഈ വീട്ടിൽ വന്നേ പിന്നെ ഈ കുടുംബത്തിന് സ്വസ്ഥത നഷ്ടമായെന്നൊക്കെ അവർ പറയുന്നത്. എന്തായാലും ഭവിത എന്ന് കാണിച്ചത് എനിക്ക് ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയുന്നില്ല മോളെ. അത് അച്ഛനോട് എങ്ങനെ പറയുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയോട് അലീന പറയുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്,
അത് ബാലചന്ദ്രൻ സാറിനോട് ഉറപ്പായിട്ടും പറയണം ചേച്ചി. അത് പറയാതിരിക്കാൻ പറ്റില്ല. നാളെ ബാലചന്ദ്രൻ സാർ ഇത് അറിയുമ്പോഴേക്കും ചേച്ചിയോട് ചോദിക്കും, അന്ന് തന്നെ നീ എന്തുകൊണ്ട് ഇത് എന്നോട് പറഞ്ഞില്ല എന്ന്. അപ്പോൾ ചേച്ചിക്ക് പറയാൻ ഉത്തരം കാണുമോ? അതുകൊണ്ട് ചേച്ചി ഇപ്പം തന്നെ ഇത് ബാലചന്ദ്രൻ സാറിനെ വിളിച്ച് പറയണം. ബാക്കിയൊക്കെ വരുന്നത് പോലെ വരട്ടെന്നേ. എന്തായാലും ചേച്ചിയുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലോ എന്നൊക്കെ തന്നെ നമ്മുടെ രേവതിക്കുട്ടിയും പറയുകയാണ്. അലീന പറയുന്നുണ്ട്, എങ്കിൽ ശരി മോളെ, ഞാൻ മോളെ പിന്നെ വിളിക്കാം. എന്തായാലും ഞാൻ വന്നപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സ് ഇവിടെ കഴുകി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിവിടെ പുറത്ത് വർക്ക് ഏരിയയിൽ വിരിച്ചിട്ടിരുന്നതുകൊണ്ട് അത് ശ്രദ്ധിച്ചില്ല. എന്തായാലും ആ ഒരു ജോഡിയെങ്കിലും ഉണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമെന്നൊക്കെ അലീന പറയുകയാണ്. വരുന്ന പോലൊക്കെ വരട്ടെ ചേച്ചി. എന്തായാലും ചേച്ചിയുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ചേച്ചി ധൈര്യമായിട്ട് തന്നെ ഇരിക്കുന്നത്. എന്തായാലും ബാലചന്ദ്രൻ സാർ ചേച്ചിയുടെ കൂടെയല്ലേ നിൽക്കുന്നത്. പിന്നെ ചേച്ചി എന്തിനാ പേടിക്കുന്നത്? പോരാത്തതിന് മനുവേട്ടനും ചേച്ചിയുടെ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ചേച്ചി വിഷമിക്കൊന്നും വേണ്ട. ബാലചന്ദ്രൻ സാറ് ചോറുണ്ണാനിപ്പോൾ വരികയില്ലേ? ആ സമയത്ത് ചേച്ചി ഈ കാര്യങ്ങളൊക്കെ സാറിനോട് പറയണം. ഇത് കേൾക്കുമ്പോൾ സാറിന് വിഷമാവുമെന്ന് കരുതി ചേച്ചി ഇത് പറയാതിരിക്കരുത്. നാളെ സാറ് തന്നെ ചേച്ചിയോട് ചോദിക്കും എന്തുകൊണ്ടാണ് ഇത് നേരത്തെ പറയാഞ്ഞെന്ന്. കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നതിലും നല്ലത് ഇപ്പം തന്നെ പറയുന്ന നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിക്കുട്ടിയും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അലീന ബാലചന്ദ്രനെ വിളിച്ചിട്ട് ചോറുണ്ണാൻ വരാനൊക്കെ പറയുകയാണ് കേട്ടോ. ബാലേന്ദ്രനെ വിളിക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആഹാ ഇത്ര പെട്ടെന്ന് നീ ഊണൊക്കെ റെഡിയാക്കിയോ? ആ എങ്കിലും ഒരു അരമണിക്കൂർ, ഞാൻ ഇപ്പം തന്നെ അങ്ങ് എത്തിയേക്കാന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്തും അലീന വിചാരിക്കുന്നത്, എന്തായാലും അച്ഛനോട് ഇപ്പം ഇത് പറയണ്ട. അച്ഛൻ വന്ന് ചോറിൻ്റെ സമാധാനമായിട്ട് തന്നെ തിരിച്ച് പോട്ടെ. വൈകിട്ട് ബബിതയും കൂടി ഉള്ളപ്പോൾ കാര്യങ്ങളൊക്കെ പറയാം എന്നിങ്ങനെ തീരുമാനിക്കുകയാണ്. എന്തായാലും ഇപ്പം ബബിതയെ അങ്ങനെ കയറൂരി വിടാൻ പറ്റത്തില്ല. ബബിതയുടെ അഹങ്കാരത്തിന് കടിഞ്ഞാനിട്ടേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇത് പിന്നീട് വലിയൊരു പ്രശ്നമാകും. ബബിത വല്ല ചതിക്കുഴിയിലും ചെന്ന് പെട്ടുപോയാൽ, എന്തെങ്കിലും മരുതാത്തത് സംഭവിച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥ? അന്നേരം അച്ഛന് മാത്രമല്ല ഈ കുടുംബത്തിന് മുഴുവൻ നാണക്കേടാകും. രേവതിക്കുട്ടി പറഞ്ഞത് ശരിയാ. ഇതിപ്പം മറച്ചു വെച്ചാൽ അവൾ പിന്നെയും പിന്നെയും ഇതുപോലെ തന്നെ കാണിക്കും. പിന്നെ അച്ഛനാണെങ്കിലും എന്നോട് ചോദിക്കും, നീ അറിഞ്ഞിട്ട് എന്താ ഇത്ര നാളായിട്ട് പറയാഞ്ഞെന്ന്. അരുതാത്ത എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അച്ഛനോട് ഇത് പറയണം. എന്നിട്ട് അവളുടെ അഹങ്കാരത്തിനൊക്കെ കടിഞ്ഞാനിടണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലീന ഡ്രസ്സിൻ്റെ കാര്യം ഓർക്കുകയാണ് കേട്ടോ. ഒന്നെങ്കിൽ രോഹിത് അല്ലെങ്കിൽ ബബിത, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കുമല്ലോ എൻ്റെ ഡ്രസ്സൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കണം. അച്ഛനോട് എന്തായാലും ഈ കാര്യമൊന്നും പറയണ്ട, ബബിതയുടെ കാര്യം മാത്രം പറയാമെന്നൊക്കെ നമ്മുടെ അലീന ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പോഴും അലീന ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ. അവിടെ നടന്ന സംഭവങ്ങളൊന്നും തന്നെ ബാലചന്ദ്രനെ അറിയിക്കുന്നില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ പറയാമെന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ കൃഷ്ണമോൾ സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്. കൃഷ്ണമോൾക്ക് വേണ്ട ചായയും പലഹാരമൊക്കെ തന്നെ അലീന റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞിട്ട് 2 ദിവസം ചേച്ചിയില്ലാഞ്ഞിട്ട് ഭയങ്കര ബോറായിരുന്നു. 2 ദിവസം പെട്ടെന്ന് പോയാൽ മതി എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ചേച്ചി ഇവിടുന്ന് പോകുമ്പോൾ എനിക്കും അച്ഛനൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ചേച്ചിയെ വല്ലാണ്ടൊക്കെ മിസ് ചെയ്യുന്നൊക്കെ പറയുകയായിട്ട് നമ്മുടെ കൃഷ്ണമോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അലീനയുടെ മനസ്സിൽ ആ രാവിലെ നടന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അലീന അതൊക്കെ തന്നെ ഇങ്ങനെ മനസ്സിലിട്ട് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അലീനയുടെ മുഖത്തുനിന്ന് തന്നെ അലീനയ്ക്ക് എന്തോ ഒരു വിഷമമുള്ളതായിട്ട് നമ്മുടെ കൃഷ്ണമോൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണമോൾ പല പ്രാവശ്യം ചോദിക്കുന്നുണ്ടെങ്കിലും അലീന ഒന്നും തന്നെ വിട്ടു പറയാൻ കൂട്ടാക്കുന്നില്ല. അവസാനം കൃഷ്ണമോൾ പറയുന്നുണ്ട്, ചേച്ചിക്ക് എന്തോ ഒരു സങ്കടമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചേച്ചി എന്നോട് തുറന്നു പറ. എന്നെ ഒരു അനിയത്തിയെ പോലെയല്ലേ ചേച്ചി കണ്ടേക്കുന്നത്. അതുകൊണ്ട് ചേച്ചി ധൈര്യമായിട്ട് തന്നെ പറയാമെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ അലീന കൃഷ്ണമോളുടെ അടുത്ത് ബബിതയുടെ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. പകരം ഡ്രസ്സൊക്കെ നശിപ്പിച്ച് വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോക്കും ഇത് കേൾക്കുമ്പോൾ നല്ല വിഷമമാവുന്നുണ്ട്. രോഹിയേട്ടനായിരിക്കില്ല, എന്തായാലും ബബിതേച്ചി തന്നെ ആയിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അലീനയും പറയുന്നുണ്ട്, അതേ മോളെ, എനിക്കും ബബിതയെ തന്നെയാണ് സംശയം. അവൾ എന്തിനാ എന്നോട് ഇത്രയും ശത്രുത കാണിക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല മോളെ. നിന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെയല്ലേ ഞാൻ അവളെയും സ്നേഹിക്കുന്നത്. എന്നിട്ടും അവൾ മാത്രം എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, എന്തായാലും അച്ഛനോട് പറയാതിരിക്കാൻ പറ്റില്ല. അച്ഛനോട് ഉറപ്പായിട്ടും പറയണം. അല്ലെങ്കിൽ തന്നെ ബബിതേച്ചിയുടെ ഇപ്പോഴത്തെ പോക്ക് എങ്ങോട്ടേക്കാ? ബബിതേച്ചിക്ക് ഇപ്പോൾ നന്നായിട്ട് അഹങ്കാരവും കൂടിയിട്ടുണ്ട്. അച്ഛനൊരു പിടുത്തം പിടിക്കേണ്ട സമയമായിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛനോട് എന്തായാലും പറയണമെന്നൊക്കെ തന്നെ കൃഷ്ണമോളും പറയുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, വേണ്ട മോളെ, അച്ഛൻ ഒന്നാമതേ മനപ്രയാസമാണ്. മോക്ക് ക്ലാസ്സില്ലാത്ത സമയം നോക്കി നമുക്ക് പുറത്തു പോയി 2 ജോഡി ഡ്രസ്സ് മേടിക്കാം. അതുകൊണ്ട് തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനിത് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അച്ഛൻ അവളോട് ചോദിക്കും. അപ്പോൾ അവൾക്ക് എന്നോടുള്ള ദേഷ്യം പിന്നെയും കൂടുതലല്ലേ ഉള്ളൂ. എന്തിനാ നമ്മളായിട്ട് വെറുതെ അവരുടെ ദേഷ്യം കൂട്ടുന്നേ എന്നൊക്കെ പറഞ്ഞ് അലീന ഒഴിവാക്കി വിടാൻ നോക്കുകയാണ്. പക്ഷേ നമ്മുടെ കൃഷ്ണമോള് അതങ്ങനെ ഒഴിവാക്കി വിടാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. കൃഷ്ണമോള് റൂമിൽ ചെന്നിട്ട് തന്നെ ബാലചന്ദ്രനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അച്ഛൻ എന്തായാലും ബബിതേച്ചിയോട് ഇത് ചോദിക്കണം. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. അലീന ചേച്ചിക്ക് നന്നായിട്ട് വിഷമമായി. എന്നിട്ടും ഇതൊന്നും അച്ഛനോട് പറയേണ്ടെന്നും പറഞ്ഞായിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ എനിക്ക് തന്നെ എന്തുമാത്രം വിഷമായി. പിന്നെ എങ്ങനെ ഞാൻ അച്ഛനോട് പറയാതിരിക്കും? എന്തായാലും അച്ഛൻ വരുമ്പം അലീന ചേച്ചിക്ക് 2-3 ജോഡി ഡ്രസ്സും കൂടെ കൊണ്ടുവരണേ.
അതുപോലെ തന്നെ വന്നു കഴിഞ്ഞിട്ട് ബബിതേച്ചിയെ നന്നായിട്ടൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. എന്തിനാ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ബബിതേച്ചിയോട് ചോദിക്കണം. ബബിതേച്ചി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അച്ഛാ, അച്ഛനൊന്ന് പേടിപ്പിച്ച് ചേർത്തണം എന്നൊക്കെ തന്നെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് അലീന അറിയാതെ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ ബബിതയും രോഹിത്തും ഒക്കെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. ബബിതയുടെ മുഖം കടന്നൽ കുത്തിയ പോലെ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ അവിടെ നടന്ന സംഭവങ്ങളൊന്നും തന്നെ രോഹിത്തോ കൃഷ്ണമോളോ ബാലചന്ദ്രനോ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് അവർ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബബിത മാത്രം ഇങ്ങനെ കെറുവച്ച് റൂമിൽ തന്നെ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അലീനയുടെ മുമ്പിൽ വന്ന് അലീനയെ ഫേസ് ചെയ്യാൻ തന്നെ ബബിതയ്ക്ക് ഇപ്പം മടിയാണ്. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും തന്നെ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരിക കേട്ടോ. ബാലചന്ദ്രൻ വരുമ്പോൾ ബാലചന്ദ്രൻ്റെ കയ്യിലൊരു കവറൊക്കെ ഉണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ എല്ലാവരും തന്നെ വിളിക്കുന്നുമുണ്ട്. ആ സമയത്ത് അലീന കിച്ചണിൽ നല്ല പണിയിലായിരിക്കും കേട്ടോ. അലീനയും ബാലചന്ദ്രനും ഹോളിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. ബബിത പേടിച്ച് തന്നെയാണ് കേട്ടോ ഇറങ്ങി വരുന്നത്. കാരണം അലീന ഇന്നിവിടെ നടന്ന സംഭവങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമോ, അതുകൊണ്ട് തന്നെ വഴക്ക് പറയാൻ വേണ്ടിയിട്ടാണോ അച്ഛൻ വിളിക്കുന്നതെന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെയാണ് ബബിത ഇറങ്ങി വരുന്നത്. എന്നാൽ അലീനയുടെ ഡ്രസ്സൊക്കെ ആരാ നശിപ്പിച്ചേ, ആരാ ഇങ്ങനെയുള്ള ക്രൂരത ചെയ്തതെന്നൊക്കെ ചോദിക്കാനാണ് ബാലചന്ദ്രൻ വിളിക്കുന്നത്. രോഹിത്തും ബബിതയും താഴോട്ട് ഇറങ്ങി വരുമ്പോഴേക്കും തന്നെ ആദ്യം രോഹിത്തിനോട് തന്നെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. രോഹിത് ആണെങ്കിലും ഞാനങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയുകയാണ്. പിന്നെ ബബിതയോട് ചോദിക്കുമ്പോൾ ബബിത കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് കേട്ടോ. ഞാനങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല എന്നൊക്കെ ബബിത പറയുന്നുണ്ടെങ്കിലും ബബിതയുടെ ആ ഒരു പതർച്ചയൊക്കെ കാണുമ്പോൾ തന്നെ ബാലചന്ദ്രൻ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ബബിതയാണ് അലീനയുടെ ഡ്രസ്സൊക്കെ നശിപ്പിച്ചെന്നുള്ളത് മനസ്സിലാക്കുന്ന ബാലചന്ദ്രൻ, നീ ചെയ്ത തെറ്റിന് നീ അലീനയോട് മാപ്പ് ചോദിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ബബിതയെ കൊണ്ട് അലീനയോട് മാപ്പ് ചോദിപ്പിക്കുകയാണ്. അലീനയോടുള്ള ദേഷ്യവും പകയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അലീനയോട് ബബിത സോറി പറയുകയാണ് കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ ബബിതയോടും രോഹിത്തിനോടും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്, ഇനി ഇതുപോലൊരു സംഭവം ഈ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ഇനി ഇങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ അന്ന് ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് ആ ഡ്രസ്സ് കൊണ്ടുവന്ന കവറ് അലീനയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇത് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാ, 2-3 ജോഡിയുണ്ട്. എന്തായാലും നിന്റെ ഡ്രസ്സെല്ലാം ഇവള് നശിപ്പിച്ച് കളഞ്ഞില്ലേ, ഇനി നിനക്ക് മാറിയിടാൻ ഡ്രസ്സ് വേണമല്ലോ. കൃഷ്ണമോള എന്നെ വിളിച്ച് കാര്യം പറഞ്ഞത്. ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് നീ എന്താ അലീന എന്നോടൊന്നും പറയാത്തത്? ശരിക്കും പറഞ്ഞാൽ നീ വേണ്ട ഇതൊക്കെ എന്നെ വിളിച്ച് പറയാനായിട്ട്. ഈ വീടിന്റെ ഫുൾ ഉത്തരവാദിത്വം ഇപ്പം ഞാൻ നിന്നെ ഏൽപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ളവർ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ വേണ്ട എന്നോട് പറയാനൊക്കെ അലീനയെ ഒന്ന് ശ്വാസിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അങ്ങനെ അലീനയുടെ ഡ്രസ്സൊക്കെ നശിപ്പിച്ചത് ബബിതയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുകയാണ് കേട്ടോ. ആ ഒരു കള്ളത്തരം കൈയോടെ പിടിച്ചുകൊണ്ട് തന്നെ ബബിതയ്ക്കാണെങ്കിലും അലീനയോടുള്ള ദേഷ്യം കൂടുകയാണ് ചെയ്യുന്നത്. അലീനയ്ക്ക് വേണ്ടിയിട്ട് അച്ഛനിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതും അവർക്ക് ഓരോ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്ന ഒന്നും തന്നെ ബബിതയ്ക്കും രോഹിത്തിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ ദേഷ്യപ്പെട്ട് മോളേക്ക് കയറി പോകുന്നുമുണ്ട്. എന്തായാലും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാൻ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ കയറി പോവുകയാണ് കേട്ടോ. അതേസമയത്ത് തന്നെ നമ്മുടെ കൃഷ്ണമോള് അലീനയെ ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചിക്ക് ഇപ്പോൾ സന്തോഷമായോ? ഞാൻ അച്ഛനോട് വിളിച്ച് കാര്യം പറഞ്ഞേ, എനിക്കറിയാം ചേച്ചി ഇതൊന്നും അച്ഛനോട് പറയില്ലെന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനോട് കാര്യം പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് അലീനയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ കൃഷ്ണമോള്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.